പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എഫേസോസ് 4-30 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മാമോദീസായിലൂടെ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാക്കപ്പെട്ടവരാണ്. നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ നാം അനുദിനം ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും സംസാരവുമെല്ലാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്നതും ആയി മാറുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് സാത്താനാണ്. നമ്മുടെ ഹൃദയത്തിൽ തിന്മകൾ നിറയ്ക്കുകയാണ് സാത്താൻ ആദ്യം ചെയ്യുന്നത്. വെറുപ്പും വൈരാഗ്യവും അഹങ്കാരവും ഹൃദയത്തിൽ സാത്താൻ നിറയ്ക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്, വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം നിമിത്തം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് നാം അകറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സാത്താൻ്റെ കെണിയിൽ നാം അകപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് അനുദിനം നാം ജാഗരൂകരായി നിൽക്കേണ്ടത്. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നാം ദൂരെ എറിയണം. വിദ്വേഷവും പരദൂഷണവും അഹങ്കാരവും എല്ലാ തിന്മകളും നാം ഉപേക്ഷിച്ച് പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറണം. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി മാറുകയാണ് നാം ചെയ്യേണ്ടത്. എഫേസോസ് 5:10 തിരുവചനം പറയുന്നു, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അശുദ്ധിയിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിയിലേക്കാണ്. എല്ലാവിധ തിന്മകളും ഉപേക്ഷിച്ച് ഹൃദയ വിശുദ്ധിയോടെ നാം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധിയും എളിമയും ഹൃദയത്തിൽ ഉള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ലഭിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ദൈവം വർഷിക്കും. ദൈവിക രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ നാം സ്നേഹിച്ചുകൊണ്ട്, വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് അനുദിനം ജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് നാം സ്വീകരിക്കേണ്ടത്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് അത് യോഗ്യതയോടെ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.